പഞ്ചാബ് കീഴടക്കാൻ ഖാലിസ്ഥാനികൾ ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധിയെ വധിച്ച ഖാലിസ്ഥാൻ വാദികളായ പ്രതികളിൽ ഒരാളുടെ മകൻ 2027 പഞ്ചാബിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി. അതായത് രാജ്യത്തെ വിഘടനവാദികളായ തീവ്രവാദി കൂട്ടങ്ങൾ, ഇവയ്ക്ക് പല കോണുകളിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങളും സൗകര്യങ്ങളും വിനിയോഗിക്കുന്നവർ സാധ്യമായ എല്ലാ വഴികളും തിരഞ്ഞെടുക്കും എന്നത് രാജ്യം മറക്കരുത്. ഒരിക്കൽ നേടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് പ്രത്യേക പഞ്ചാബ് എന്ന അവരുടെ ഡിമാൻഡ്. അത് നേടാൻ ജനാധിപത്യത്തെ ഉപയോഗിച്ച് ജനാധിപത്യത്തിന്റെ മറവിൽ പുതിയ പരിശ്രമം വളരെ പരസ്യമായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവത്തിന്റെ മേൽ നടത്തുന്ന വിശകലനങ്ങൾ. 2027 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ സ്ഥാനാർത്ഥി അകാലിദൾ വാരിസ് പഞ്ചാബ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചതായ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധക്കേസിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട കെഹാർ സിംഗിന്റെ മകൻ സത്വന്ത് സിംഗിനെയാണ് ബാസി പത്താന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ സംഘടന നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് കെഹാർ സിംഗ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്. മകനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പഞ്ചാബിൽ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിയുകയാണ്. എന്തായാലും ഖാലിസ്ഥാനികൾ അവർ വെറുതെ ഇരിക്കുകയില്ല. അവരുടേതായ സ്വന്തം പഞ്ചാബ് എന്ന ആ ഒരു ഡിമാൻഡ്, ആ ഒരു ആവശ്യം, അത് എങ്ങനെയും നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ എല്ലാ ഭാഗത്തുകൂടെ ഇത്തവണ അവർ ജനാധിപത്യത്തിന്റെ മറവിൽ അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഒരു നീക്കത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നതും ചർച്ചയാകുന്നതും. പാന്തിക് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ വാരിസ് പഞ്ചാബ് ദേയുടെ ഒരു സുപ്രധാന നീക്കമായാണ് ഇതിനെ കാണുന്നത്. ഖാലിസ്ഥാൻ എന്ന പേരിൽ പഞ്ചാബിനെ ഭാരതത്തിൽ നിന്ന് വിഘടിപ്പിക്കാൻ 1990കളിൽ തുടങ്ങിയ വിഘടന തീവ്രവാദ പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ. പഞ്ചാബിന്റെ സ്വയംഭരണം തന്നെയായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സൈനിക നടപടിയിൽ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ കയറി സൈന്യം ഭിന്ദ്രൻവാല എന്ന ഖാലിസ്ഥാൻ തീവ്രവാദിയെ വധിച്ച സംഭവത്തിലാണ് ഈ പ്രസ്ഥാനം ഇല്ലാതായത്. എന്നാൽ ഇന്ദിരാഗാന്ധിയോട് പ്രതികാരം ചെയ്യാൻ ഉറച്ച അവരുടെ സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഇന്ദിരാഗാന്ധിയെ വകവരുത്തുകയാണ്. തുടർന്ന് നടന്ന സിഖ് വിരുദ്ധ കലാപം, അതുപോലെ സുരക്ഷാ സംവിധാനത്തിന്റെ കർശനമായ നേരിടലും മൂലം തലവന്മാർ പലരും കാനഡയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറി. അവിടെ ഇരുന്നിട്ടും അവർ വെറുതെ ഇരുന്നില്ല. അവിടെ ഇരുന്ന് ഒളിപ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ ഭാരതത്തിലും വിദേശത്തും അവരെ സഹായിക്കാൻ ഒട്ടേറെ പേരുണ്ട്. ഭാരതത്തിൽ മോദി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും ഖാലിസ്ഥാൻ വാദികൾ എത്രത്തോളം ഉണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതും ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. കർഷക ബിൽ വിരുദ്ധ സമരത്തിലായിരുന്നു ഏറ്റവും പ്രകടനം. ഏറ്റവും അടുത്ത് നടന്ന CJP സമരത്തിലും ഖാലിസ്ഥാനികളുടെ സാന്നിധ്യം വ്യക്തമായിരുന്നു. പഞ്ചാബിൽ ഖാലിസ്ഥാൻ വാദത്തെ പലതരത്തിൽ അനുകൂലിച്ചും സഹായിച്ചും ഒരുപാട് സംഘടനകളാണ് രൂപം കൊണ്ടത്. അവരുടെ രാഷ്ട്രീയ സംവിധാനമാണ് അകാലിദൾ വാരിസ്. പഞ്ചാബിൽ അധികാരം നേടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അവരുടെ ലക്ഷ്യമെന്നാണ് അവരുടെ ഒരു നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ പിന്തുണച്ചതിന് 2023 മുതൽ ജയിലിൽ കഴിയുന്ന ഖാദൂർ സാഹിബ് MP അമൃത്പാൽ സിംഗിന്റെ പിതാവ് തർസേം സിംഗ് ആണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമൃത്പാൽ സിംഗ് ജയിലിൽ കിടന്ന തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ച ആളാണ്. അകാലിദൾ വാരിസ് പഞ്ചാബിന്റെ രാഷ്ട്രീയ അധികാരം നേടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പാന്തിക്, അതായത് മതതത്വങ്ങൾ, പഞ്ചാബിന്റെ അവകാശങ്ങൾ, സമൂഹത്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത കുടുംബങ്ങളുടെ ബഹുമാനം, ഇത് ഉയർത്തിപ്പിടിക്കാൻ അത് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തർസം സിംഗ് പറഞ്ഞു എന്നാണ് വിവരങ്ങൾ. പാന്തിക് തത്വങ്ങൾ, പഞ്ചാബിന്റെ അവകാശങ്ങൾ, സമൂഹത്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത കുടുംബങ്ങളെ അകാലിദൾ വാരിസ് പഞ്ചാബ് ഒറ്റപ്പെടുത്തുകയാണ് എന്നായിരുന്നു ചിലരുടെ അവകാശവാദങ്ങൾ. ഇന്ന് രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അകാലിദൾ വാരിസ് പഞ്ചാബ് തുടക്കം മുതൽ തന്നെ ഈ ധാരണ നിരസിച്ചു. രക്തസാക്ഷി കുടുംബങ്ങൾക്ക് നൽകുന്ന ബഹുമാന പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളിൽ അവർക്ക് അർഹമായ സ്ഥാനം നൽകുകയും ചെയ്യുന്നു. എന്തായാലും ഖാലിസ്ഥാൻ വാദികൾ തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ പഞ്ചാബിനെ ഒരു പ്രത്യേക പഞ്ചാബ് എന്ന അവരുടെ ആ ഒരു ഡിമാൻഡ് കൂടുതൽ അതിനെ ശക്തമാക്കാൻ, അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട്, അതും ഇന്ദിരാഗാന്ധിയെ വകവരുത്തിയ, ഈ സംഘടനയെ ഇല്ലാതാക്കാൻ പോരാടിയ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ വധിച്ച വ്യക്തിയുമായി ബന്ധമുള്ള ഒരാൾ നിയമസഭാ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നത് വെറുതെ നോക്കി കയ്യും കെട്ടിയിരിക്കാൻ ഇന്ത്യക്ക് എന്തായാലും ആവില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെ തുടർന്നുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും, തീരുമാനങ്ങൾ ഉണ്ടാകും. തന്നെയുമല്ല, അടുത്ത സ്വാതന്ത്ര്യദിനം വരികയാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാണ് ഖാലിസ്ഥാനികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.